ഈ പെരുമ്പാവൂരില് കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഞ്ചാവ് പിടികൂടിയ ദിവസം തന്നെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഇതുവരെ 7 പ്രധാനപ്പെട്ട 7 പ്രതികൾ ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. അതിലൊരു പ്രധാന പ്രതി ബാംഗ്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആ പ്രതി വിദേശത്തേക്ക് പോകാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിലാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ആ പ്രതി അറസ്റ്റ് ചെയ്യുകയും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ബാങ്കോക്ക് എയർപോർട്ട് വഴി നെടുമ്പാശ്ശേരിയിൽ വന്ന് അവിടെ നിന്നാണ് ഇത് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതില് ബാങ്കോക്കിൽ നിന്ന് ഈ സാധനം കൊണ്ടുവന്ന ആളുകളെ നമ്മൾ പ്രധാനപ്പെട്ട 3 പ്രതികളെ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. കൂടാതെ ഇനി ഈ മാഫിയ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നും അത് അവര് എവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ കൊണ്ടുവന്ന കഞ്ചാവ് ഏത് വഴി ആര് വഴി വിറ്റഴിക്കുന്നു എന്നുള്ള സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. പെരുമ്പാവൂർ ഡിവൈഎസ്പി കാർത്തിക് മീണ, അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ ഇൻസ്പെക്ടർ ശ്രീ അനിൽകുമാറിന്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ കേസ് പിടിച്ചതിന് ശേഷമുള്ള ബാക്കി 5 പേരെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടുള്ളത്. അബൂ താഹിർ ഇത് കേരളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ്. അബൂ താഹിറിന്റെ മുകളില് മറ്റു ചില ആളുകളും കൂടി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ അബൂ താഹിറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇതില് മലയാളികളായിട്ടുള്ള ഇനി ആളുകൾ ഇതിലുണ്ടെന്നുള്ളതാണ് സൂചന കിട്ടുന്നത്. അതിൽ പലരെയും അടുത്ത് തന്നെ പ്രതി അറസ്റ്റിലാകാനും ചാൻസ് ഉണ്ട്. ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വലിയ ക്വാണ്ടിറ്റി ആണല്ലോ ഇപ്പൊ കടത്തിയിരിക്കുന്നത്. അപ്പോ ഇത് 3-4 പ്രാവശ്യം ഒരു കടത്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സഹായം ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ? അതിനെ സംബന്ധിച്ചും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ആരെങ്കിലും അതിന് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽസിനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഏജൻസിന്റെ സഹായം അത് ആവശ്യമാണെങ്കിൽ അതും കൂടെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ആരെങ്കിലും ഇപ്പോൾ വിളിപ്പിക്കുന്നുണ്ടോ? അവരെ മൊഴിയെടുക്കാൻ എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടോ? അല്ല, അതിൽ പ്രധാനപ്പെട്ട നിരവധി ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് വേണ്ടി 3 വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒരു ഓഡി വണ്ടി, ഒരു ടിയാഗോ വണ്ടി, പിന്നെ ഒരു താർ വണ്ടികൾ. ഈ വാഹനങ്ങളൊക്കെ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതികളുടെ മുഴുവൻ മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച ഫോറൻസിക് എക്സാമിനേഷൻസ് നടത്താനുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പാസ്പോർട്ടുകൾ പല ആളുകളുടെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പാസ്പോർട്ട് വെച്ച് പരിശോധന നടത്തിയിട്ട് ഇവരെത്ര പ്രാവശ്യം വിദേശത്ത് പോയിട്ടുണ്ട്, എവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻ തായ്ലാൻഡിൽ പോയിട്ടുള്ള ആളാണ്. മറ്റു പലരും സംഘടിപ്പിക്കുന്നതിലും ഹരികൃഷ്ണന് വലിയ പങ്കുണ്ട്. അപ്പൊ അതില് ബാക്കിയുള്ള പ്രതികളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ കോൺസ്പിറസി, ഇതില് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഗൂഢാലോചന കൂടെ നടന്നിട്ടുണ്ട് പ്രതികൾ തമ്മിൽ. അപ്പൊ അതുകൊണ്ട് അവ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും. റാക്കറ്റിനെ നിയന്ത്രിക്കുന്ന ആളുകൾ പുറത്താണോ, തായ്ലാൻഡിലാണോ? അത് നമുക്ക് അന്വേഷണത്തിൽ കുറച്ചും കൂടി അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുണ്ടായിരിക്കും.